വെൽക്കം ബാക്ക് ടു ഹാപ്പി മൂമെന്റ്സ്. അപ്പോൾ ഇന്ന് ഹാപ്പി ആവാനായിട്ട് ചാട്ട് കഴിക്കാൻ പോവാണ് കേട്ടോ എല്ലാവരും കൂടി. തഹ്ലിയാനി ചാട്ട് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് പനമ്പള്ളി നഗറിൽ തുടങ്ങിയ ഒരു കടയാണ്. കുറച്ച് നാളായി അതിനെപ്പറ്റി കേൾക്കുന്നു. ഞങ്ങൾ പോയില്ല, ചാട്ട് ഫാൻസ് ആണ് ഞങ്ങൾ എല്ലാവരും. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് സൺഡേ ആയിട്ടൊന്ന് പോയി ചാട്ട് കഴിച്ചിട്ട് വരാം, നിങ്ങളെയും കൂടി അത് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഈ വ്ളോഗ് എടുക്കുന്നത്. എന്തിനാ പോകുന്ന പാറു? എന്ത് കഴിക്കാനാ? ചാട്ടാണോ? നീ കഴിക്കുവോ ഇനി ചാട്ട്? ഞങ്ങളങ്ങനെ അവിടെ ഫൈനലി എത്തി. തഹ്ലിയാനി ചാട്ട് ഹൗസ് എന്നാട്ടോ എൻ്റെ പേര്. അപ്പോൾ ഗൂഗിൾ മാപ്പിൽ ഞങ്ങൾ ഇട്ടിട്ടാണ് ഞങ്ങളവിടെ എത്തിയത്. ഒരു സൺഡേ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര തിരക്കായിരുന്നു. ഒരു വൈകുന്നേരം സമയമായി, ഒരു 7:30-7:45 സമയം അടുപ്പിച്ചായി. അപ്പോൾ മുമ്പിൽ കാണുന്നതാണ് ഒരു പാനിപൂരി കൗണ്ടർ. പിന്നെ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ നല്ല ലൈനുണ്ടായിരുന്നു. ലൈനിൽ നിന്ന് വേണം ഓർഡർ ചെയ്യാനായിട്ട്. ലൈനിൽ നിൽക്കുമ്പോൾ തന്നെ ഞങ്ങൾ ആ മെനുയുടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡൊക്കെ ഒന്ന് വീക്ഷിച്ചു. എന്തൊക്കെ ഉണ്ട്, എന്തൊക്കെ കിട്ടും, എന്തൊക്കെ നമുക്ക് ഓർഡർ ചെയ്യണം എന്നെല്ലാം ഞങ്ങൾ നോക്കി വെച്ചു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ തിരക്ക് നിങ്ങൾ കണ്ടോ? ആ ലേഡിയാണ് ഇതിൻ്റെ ഓണർ. ഇത് ലേഡിയുടെ ഹസ്ബൻഡ്. അയാൾക്ക് ജോലിയുണ്ട്, പക്ഷേ അയാൾ വൈഫിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്ന് നിൽക്കുകയാണ് സൺഡേ എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഫേമസ് പാവ് ഭാജി ഓർഡർ ചെയ്തിട്ടുണ്ട്. ദേ ബട്ടർ കണ്ടോ എൻ്റെ മുകളിൽ കിടക്കുന്നത്? ഇതൊരു ലസ്സിയാണ്. ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ടുള്ള ലസ്സി ഇട്ടോ, റോസ് പെറ്റൽസ് ഒക്കെ ഇട്ട്. പിന്നെ ബേൽപൂരി, എന്തുമാത്രം ക്വാണ്ടിറ്റി, 70 രൂപയുള്ളൂ. പിന്നെ ഞങ്ങളൊരു ചാട്ട് പറഞ്ഞു, പാപ്പടി ചാട്ട് വിത്ത് ദഹി. അതും നല്ലതായിരുന്നു, കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങളൊരു ഫസ്റ്റ് റൗണ്ട് ഓർഡറൊക്കെ നടത്തി എല്ലാം കഴിച്ച് നോക്കി. ഇതിൽ ഏറ്റവും സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാവ് ഭാജി തന്നെയായിരുന്നു കേട്ടോ. എന്തൊരു ടേസ്റ്റായിരുന്നു എന്നറിയാം. ആ ടേസ്റ്റ് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഞങ്ങൾ വേറൊരാൾ ചോലെ ഭട്ടൂര ഓർഡർ ചെയ്യുന്ന കണ്ടിട്ട് ഞങ്ങൾക്ക് കൊതി വന്നിട്ട് ചോലെ ഭട്ടൂരയും കുഞ്ഞിന് പിന്നെയും പാവ് ഭാജി വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും ലൈനിൽ പോയി നിൽക്കുകയാണ് കേട്ടോ. എന്തൊരു കഷ്ടമാണെന്ന് നോക്കിക്കേ, വീണ്ടും പുറകെ പോയി നിൽക്കണം. എന്നിട്ട് കിട്ടാനും സമയം എടുക്കും കേട്ടോ. ഈ ലേഡിയാണ് കേട്ടോ ഓണർ, നല്ല ഒരു ലേഡി. എന്ത് സ്മാർട്ടായിട്ട് അവർ ചെയ്യുന്നത്. അങ്ങനെ ചോലെ ഭട്ടൂര വന്നു. എന്നാ അടിപൊളി ഭട്ടൂരയാണെന്നറിയാവോ, ബോംബെ സ്റ്റൈലാണ്. അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പാനിപൂരി കഴിച്ചു. ഒരു പ്ലേറ്റിൽ 6 പാനിപൂരി. എക്സലൻറ്റ് പാനിപൂരി, നല്ല ടേസ്റ്റ്, നല്ല കഴിച്ചു കഴിഞ്ഞാൽ വായിൽ നല്ലൊരു എരിവും. മധുരം കുറച്ച് വേണമെന്നുള്ളവർക്ക് അങ്ങനെ തരൂ. അപ്പോൾ ചോലെ ഭട്ടൂരയും പാനിപൂരിയും പാവ് ഭാജിയൊക്കെ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.